ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരതായി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്ര ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേശ് ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിക്കോട് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. പകരം വയ്ക്കാനാവാത്ത പരിശുദ്ധിയുമായി വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പത്തനാപുരത്ത്. പാരമ്പര്യത്തിന്റെയും പുതുമയുടെയും വിസ്മയമൊരുക്കി ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞാൻ എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മറക്കല്ലേ, ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കും. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ആറ്റിറ്റ്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ചാലിയക്കര ഭൂസമരം ശക്തമാകുന്നു. നൂറുകണക്കിന് ഭൂരഹിതർ ചാലിയക്കരയിൽ തടിച്ചുകൂടി. മെയ് 10 ശേഷം സമരം ശക്തമാക്കാൻ സമരസമിതി തീരുമാനം. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തെന്മലയിലെത്തി. നിശ്ചിത സമയത്ത് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് റെയിൽവേ അധികൃതർ. വാർത്തകൾ വിശദമായി. ചാലിയക്കര ഭൂസമരം ശക്തമായി. നൂറുകണക്കിന് ഭവനരഹിതരാണ് ചാലിയക്കരയിൽ തടിച്ചുകൂടിയത്. മെയ് 10 ശേഷം സമരം ശക്തമാക്കാൻ സമരസമിതി തീരുമാനിച്ചു. 2015 ജനുവരി 18 തീയതിയാണ് സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചാലിയക്കര വാർഡിൽ കല്ലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ കനാലിന്റെ ഇരുവശങ്ങളുമായുള്ള 36 ഏക്കർ സ്ഥലം തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഭൂരഹിതർക്ക് പകിച്ചു നൽകണം എന്നാവശ്യപ്പെട്ടാണ് സമരം ആരംഭിച്ചത്. സമരത്തിന് തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചാലിയക്കര വാർഡ് മെമ്പർ കെ സുരേന്ദ്രൻ, മുൻ മെമ്പർ കുഞ്ഞുമോൾ സുരേന്ദ്രൻ, ചെറുകടവ് വാർഡ് മെമ്പർ സി ചെല്ലപ്പൻ എന്നിവരാണ് നേതൃത്വം നൽകിയത്. എന്നാൽ സമരം അടിച്ചമർത്താൻ ചാലിയക്കര എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഭാഗത്തുനിന്നും വലിയ ശ്രമം ഉണ്ടായതായി സമരക്കാർ ആരോപിച്ചു. സമരം ശക്തമായതിനെ തുടർന്ന് ഇന്ന് നൂറുകണക്കിന് പ്രവർത്തകരാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത്. സമരം കൂടുതൽ ശക്തമാക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. ഞങ്ങൾ കയ്യേറി വെച്ചിരിക്കുന്ന ഭൂമി എത്രയും പെട്ടെന്ന് സർക്കാരിൽ നിന്നും ഞങ്ങൾക്ക് പതിച്ചു കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് തന്നിട്ടുണ്ട്, മെയ് 11 തീയതി വരെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ഞങ്ങൾക്ക് തീരുമാനമുണ്ടാകുമെന്നാണ്. ആ തീരുമാനത്തിൽ കാത്തിരിക്കുകയാണ് ഇവിടെ ജനങ്ങളായ ഞങ്ങളൊക്കെ. ഏതാണ്ട് 5 മാസമായി ഈ ഭൂമിയിൽ നിരന്തരം സന്ദർശനമുണ്ട്. 50ഓളം സ്ത്രീകൾ ഡെയിലി രാത്രി ഇവിടെ വന്ന് കാവൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ആ കാവൽ നിൽക്കുന്നതിന്റെ ഉദ്ദേശം
എസ്റ്റേറ്റിന്റെ പണച്ചാക്കുകൾ നിരന്തരമായി പോലീസുകാർക്ക് കാശ് കൊടുത്ത് ഇവിടെ വന്ന് ആരെങ്കിലും വസ്തു കയ്യേറുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് അവരും നിരന്തരം വന്നുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് 50ഓളം വനിതകൾ മാത്രമാണ് ഇവിടെ വന്ന് ഈ വസ്തു ഇന്നും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും AVTക്ക് അവകാശപ്പെടേണ്ട കാര്യമില്ല. AVT കമ്പനിക്ക് തന്നെ ആ ഒരു കമ്പനിക്ക് തന്നെ നാണക്കേടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ കമ്പനിയുടെ മാനേജർ ഉൾപ്പെടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. കാരണം സാധാരണപ്പെട്ട അന്തി ഉറങ്ങാൻ പോലും ഒരു ഭൂമി ഇല്ലാത്ത സാധാരണപ്പെട്ട ജനങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാഴിരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ AVTയുടെ നിലപാടിൽ നിന്നുണ്ടായിരിക്കുന്നത്. വനിതകളാണ് ഞങ്ങളിവിടെ കാവലിന് വരുന്നത്. ഞങ്ങളെ ഈ തോട്ടക്കാർ പല വിധത്തിലും ഞങ്ങളെ ശല്യം ചെയ്തു. പോലീസുകാരെ കൊണ്ട് ഞങ്ങളെ വിരട്ടിച്ച് ഞങ്ങൾ കെട്ടിയ കൊടി എടുത്തു കളഞ്ഞ് ഇങ്ങനെ പല പ്രാവശ്യം ഞങ്ങൾ അടിച്ച കുറ്റി എടുത്തു കളഞ്ഞ് ഞങ്ങളെ പല ഇതിലും ഭീഷണിപ്പെടുത്തി. ഞങ്ങൾ അതിലൊന്നും പിന്മാറിയില്ല. ഞങ്ങൾ ഡെയിലി ആളുകൾ കൂടിക്കൂടി ഞങ്ങൾ രാത്രി ഇവിടെ വന്ന് കാവലിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്തി ഉറങ്ങാൻ ഇടവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് 10 സെന്റ് സ്ഥലം വീതം ഞങ്ങൾക്ക് കിട്ടണം. AVT ഗുണ്ടകളെ പറഞ്ഞു വിടുന്നുണ്ട്. പോലീസുകാരായാലും ഒക്കെ ഞങ്ങളെ ശല്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൈകാറാനുള്ള ഒരു തീരുമാനത്തിലാണ്. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഭൂരഹിതരായ മുഴുവൻ പേർക്കും 10 സെന്റ് വീതം നൽകുവാനുള്ള ഭൂമി ചാലിക്കരയിൽ കല്ലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ കനാലിന്റെ ഭാഗത്തായുണ്ട്. ഇവ AVT മാനേജ്മെന്റ് കൈയടക്കി വച്ചിരിക്കുകയാണ്. ഇവ വിട്ടുനൽകാൻ ഇവർ തയ്യാറാകണം. തോട്ടത്തിലേക്ക് സമരക്കാർ അതിക്രമിച്ചു കടക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സംഭവം കാണിച്ച മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടുള്ളതായും മെയ് 10 കൊല്ലത്ത് നടക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ പറഞ്ഞു. വസ്തുക്കളില്ലാത്ത 800 പേർ ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 1000-ന് മേൽ കുടുംബങ്ങൾക്ക് സ്വന്തമായ വസ്തുവില്ല. അതിൽ ബഹുഭൂരിപക്ഷവും പട്ടികജാതി വിഭാഗക്കാരും മറ്റ് പിന്നോക്ക ജനവിഭാഗക്കാരുമാണ്. ദളിത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെ യഥാർത്ഥത്തിൽ പട്ടികജാതിക്കാരായിട്ട് കണക്കൂട്ടാൻ കഴിയില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റ് ഇതിനാവശ്യം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അവരും ജനറൽ ഭാഗത്തിലാണ് വരുന്നത്. അവർക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ 1 ലക്ഷം രൂപ മാത്രമേ 3 സെന്റ് വസ്തുവിന് മാത്രമേ കൊടുക്കാൻ കഴിയൂ. എന്ത് വില കൊടുത്തും സമരം സംരക്ഷിക്കുമെന്നും സമരം തകർക്കുവാനുള്ള മാനേജ്മെന്റിന്റെ ശ്രമത്തിന് അവർ തന്നെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ചെറുകടവ് വാർഡ് മെമ്പർ C. ചെല്ലപ്പൻ പറഞ്ഞു. ആവശ്യമില്ലാത്ത പരിപാടിക്ക് AVT കമ്പനി തയ്യാറാകരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവർ പഞ്ചായത്ത് പറഞ്ഞില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പാമ്പുടി വസ്തു കിടക്കുന്ന പാമ്പുക്ക് 10 സെന്റ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാവും. അതിന് ഇന്നലെ 11-ാം തീയതി നടക്കുന്ന മുഖ്യമന്ത്രി ജനസംഘ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പഞ്ചായത്ത് പറഞ്ഞതിൽ ഞാനും എന്റെ സുഹൃത്തായ നമ്മുടെ സുരേന്ദ്രനും ഇത് മുൻകൈ ഞങ്ങൾ എടുക്കും. ഇത് തല്ലചായ്ക്കാൻ ഇടമില്ലാത്ത കമ്പിലൈൻ, റോഡ് പുറമ്പോക്ക്, റെയിൽവേ പുറമ്പോക്ക് നിവാസികളുടെ സമരമാണ്. സമരം തകർക്കുവാൻ തോട്ടം തൊഴിലാളികളെ ഇളക്കിവിട്ട മാനേജ്മെന്റ് മനസ്സിലാക്കേണ്ടത് സ്ഥലം ലഭ്യമായാൽ ആദ്യ പരിഗണന ചാലിക്കര എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് നൽകും എന്നുള്ളതാണ്. തുടർന്നുള്ള സ്ഥലമാകും മറ്റു ഭൂരഹിതർക്ക് നൽകുക. സമരം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. മെയ് 10 ജനസമ്പർക്ക പരിപാടിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ചില്ലെങ്കിൽ കുടിൽകെട്ടി സമരം നടത്തുന്ന ഉൾപ്പെടെയുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് വാർഡ് മെമ്പർ K. സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. ആവശ്യമില്ലാത്ത പരിപാടിക്ക് AVT കമ്പനി തയ്യാറാകരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവർ പഞ്ചായത്ത് പറഞ്ഞില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പാമ്പുടി വസ്തു കിടക്കുന്ന പാമ്പുക്ക് 10 സെന്റ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാവും. അതിന് ഇന്നലെ 11-ാം തീയതി നടക്കുന്ന മുഖ്യമന്ത്രി ജനസംഘ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പഞ്ചായത്ത് പറഞ്ഞതിൽ ഞാനും എന്റെ സുഹൃത്തായ നമ്മുടെ സുരേന്ദ്രനും ഇത് മുൻകൈ ഞങ്ങൾ എടുക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരത്തെ വൺവേ റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധം KPCC നിർവാഹക സമിതി അംഗം CR നജീബ് ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ 1.5 കോടി രൂപ ചെലവാക്കി നിർമ്മിച്ച വൺവേ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അനീഷ് കരീമിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം KPCC നിർവാഹക സമിതി അംഗം CR നജീബ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ റോഡ്. ഇത് വൺവേ ആയി പ്രഖ്യാപിച്ചതിന് ശേഷം യാതൊരു പുരോഗതിയും ഈ പഞ്ചായത്തിന്, ഈ LDF ഭരിക്കുന്ന ഈ പഞ്ചായത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നിലവിലുള്ളത്. ജനങ്ങളെ വളരെയേറെ കഷ്ടപ്പെടുത്തുന്ന റോഡുകളില്ലാത്ത സാഹചര്യം, ലൈറ്റുകളില്ലാത്ത സാഹചര്യം, ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത ആ സാഹചര്യം എല്ലാം കൊണ്ടും നമ്മുടെ ഈ പത്തനാപുരം പഞ്ചായത്ത് ഒരു റോഡുകൾ പോലും ഗതാഗതയോഗ്യമാക്കുന്നതിന് അവർ കഴിഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് M. സജു ഖാൻ, സജിത് തുളസി, ആഷിഖ് പള്ളിമുക്ക്, ജിഷ്ണു സുരേഷ്, സുജിത് S, സുധി, ആഷിഖ്, ഉബൈറാൻ, നിജാസ് ഖാൻ, വിഷ്ണു ഇടത്ര തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത പത്തനാപുരം. അഞ്ചൽ അഗസ്തിക്കോട് ന്യൂ LPSനു സമീപത്തെ ട്രാൻസ്ഫോർമർ അപകട ഭീഷണി ഉയർത്തുന്നു. ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു.
അമ്പലമുക്ക് ആലഞ്ചേരി റോഡിന് വശത്തായി സ്കൂളിന്റെ മതിൽക്കെട്ടിനോട് ചേർന്നാണ് ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത്. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ വശത്തായി ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ കാൽനട യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. 2 റോഡുകൾ കൂട്ടിമുട്ടുന്ന ഭാഗത്താണ് ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത്. ഇക്കാരണത്താൽ അപകട സാധ്യതയും ഏറെയാണ്. സ്കൂൾ കുട്ടികൾക്ക് മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് ട്രാൻസ്ഫോമറിന്റെ വൈദ്യുതി കടന്നുപോകുന്ന ഭാഗങ്ങളിൽ സ്പർശിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഇത് അധ്യാപകരിലും രക്ഷിതാക്കളിലും ഭയപ്പാടുണ്ടാക്കുന്നുണ്ട്. മുമ്പ് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമറാണ് ഇപ്പോൾ റോഡിന്റെ വശത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കിഴക്കൻ മേഖലയിൽ എത്തി. ഗേജ് മാറ്റ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന വിവിധ പ്രദേശങ്ങളിലാണ് ഇദ്ദേഹം സന്ദർശനം നടത്തിയത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പരിശോധനയ്ക്കായി കിഴക്കൻ മേഖലയിലെത്തിയത്. ആര്യങ്കാവ്, തെന്മല, MSL, ഇടമൺ തുടങ്ങിയ പ്രദേശങ്ങളിൽ അദ്ദേഹം പരിശോധന നടത്തി. പ്രധാനമായും തെന്മല 13 കണറപ്പാലം, MSLൽ പുതുതായി നിർമ്മിക്കുന്ന തുരങ്കം എന്നിവിടങ്ങളിലെ പരിശോധനയ്ക്കാണ് COA എത്തിയത്. 13 കണറയിലെത്തിയ അദ്ദേഹം ദേശീയപാതയുടെ വീതി വർദ്ധിപ്പിച്ച് പാലം ജാക്കറ്റിംഗ് ചെയ്യുന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. ഇതുകൂടാതെ MSLൽ പുതുതായി നിർമ്മിക്കുന്ന തുരങ്കം 100 ഡിഗ്രി വളവിൽ നിർമ്മിക്കാനും COA നിർദ്ദേശം നൽകി. അതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. റെയിൽവേ തീരുമാനിച്ച തീയതിയിൽ തന്നെ പണികൾ പൂർത്തിയാക്കുമെന്നാണ് ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്നാൽ പുതുതായി നിർമ്മിക്കുന്ന തുരങ്കത്തിന്റെ നിർമ്മാണം ഇനിയും ആരംഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഗേജ് മാറ്റം പൂർത്തീകരിക്കുന്നതിൽ കാലതാമസം വന്നേക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത്. ലൈവ് വാർത്ത, തെന്മല. മഴ പെയ്താൽ മലിനജലത്തിൽ നീന്തി ബസ്സിൽ കയറണം. കടക്കൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലാണ് ഈ ഗതികേട്. മഴ പെയ്താൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ പകുതിയിലേറെ ഭാഗം മലിനജലം കൊണ്ട് നിറയുകയാണ്. ബസ്സിൽ നിന്ന് സ്റ്റാൻഡിൽ ഇറങ്ങാൻ പോലും യാത്രക്കാർക്ക് ഇതുമൂലം കഴിയുന്നില്ല. സ്റ്റാൻഡിന്റെ ഒരു വശം ചരിവുള്ളതിനാൽ മഴ പെയ്താൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. പുതുതായി നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അടിയിലൂടെയുള്ള ഒരു ഓട മാത്രമാണ് മലിനജലം ഒഴുകാനുള്ള ഏക മാർഗം. കമ്പറ്റ് സ്റ്റേഷന്റെ ടാങ്കുകൾ നിറഞ്ഞു കിടക്കുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതിന് കാരണമായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ അമ്പലക്കടവ് ഡീസന്റ് മുക്ക് റോഡ് തകർന്നു. പാതയുടെ നിർമ്മാണത്തിന് അധികൃതർ യാതൊന്നും ചെയ്യുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാകുന്നു. ഓരോ ബജറ്റിലും റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്ക് തുക മാറ്റിവെക്കുന്ന പഞ്ചായത്ത് അധികൃതർ ഈ പാതയുടെ നിർമ്മാണത്തിന് യാതൊന്നും ചെയ്തിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പേ പാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയത് അഡ്വക്കേറ്റ് കെ രാജു MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ്. എന്നാൽ വീണ്ടും റോഡ് തകർച്ച നേരിടുമ്പോൾ ബന്ധപ്പെട്ടവർ യാതൊന്നും ചെയ്യുന്നില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത്. മറ്റു വാർഡുകളിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുമ്പോൾ ബന്ധപ്പെട്ട ജനപ്രതിനിധി പോലും മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. റോഡുകൾ മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അത്യാവശ്യത്തിന് ഒരു ഓട്ടോ വിളിച്ച പോലും ഓട്ടോകളൊന്നും വരുന്നില്ല. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, elegant ethnic collections, pure 916 hallmark gold. Pavitram Gold and Diamonds, Punalur. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോണ്ടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോളിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റു പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം.
കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്. SBT ATM സമീപം KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഫോൺ 99476970. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൻ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം. കഴിഞ്ഞ 20 വർഷമായി രക്ഷിതാക്കൾ അർപ്പിച്ച വിശ്വാസമാണ് ഞങ്ങളുടെ മുഖമുദ്ര. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം. മികച്ച നേതൃപാഠവും പരിചയസമ്പന്നരായ അധ്യാപകർ, സ്കൂൾ ബസ് സൗകര്യം. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. ഫോൺ 9961-410-570. ക്ലാസിക് ഫുട്വെയർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശം, മെയിൻ റോഡ്, പുനലൂർ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള പാദരക്ഷകൾ, ലേഡീസ് ബാഗുകൾ, ട്രാവലിൻ ബാഗുകൾ, ട്രോളി ബാഗുകൾ, ക്രിക്കറ്റ് ബാറ്റുകൾ, ഷട്ടിൽ ബാറ്റുകൾ, ഫുട്ബോളുകൾ, ക്യാരംസ് ബോർഡുകൾ എന്നിവ വളരെ മിതമായ വിലയ്ക്ക് ഞങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ക്ലാസിക് ഫുട്വെയർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മെയിൻ റോഡ്. ഉറുകുന്ന് ജംഗ്ഷനിൽ ഓട നിർമ്മിക്കണമെന്ന ആവശ്യം അധികൃതർ ചെവിക്കൊണ്ടില്ല. മഴക്കാലത്ത് ഒഴുകിയെത്തുന്ന മണ്ണ് ഉറുകുന്ന് ജംഗ്ഷനിൽ അടിഞ്ഞുകൂടുന്നത് നാട്ടുകാർക്കും കച്ചവടക്കാർക്കും ബുദ്ധിമുട്ടാവുകയാണ്. ദേശീയപാതയിൽ മണ്ണും എക്കലും അടിയുന്നത് മൂലം പൊടി ഉയർന്ന് നാട്ടുകാർക്കും കച്ചവടക്കാർക്കും ഒരുപോലെ ദുരിതമാവുകയാണ്. ഉറുകുന്നു ജംഗ്ഷനിൽ നിന്നും നേതാജിയിലേക്കുള്ള റോഡിലൂടെയാണ് മഴക്കാലത്തെ മണ്ണ് ഒലിച്ചെത്തുന്നത്. ഇവിടെ ഓട നിർമ്മിക്കണമെന്നും ജംഗ്ഷനിലെ ഓട വൃത്തിയാക്കി വെള്ളം ഒഴുകിപ്പോകും വിധം നവീകരിക്കണമെന്നും നീണ്ട നാളായി ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും അധികൃതർ ചെവി കൊടുത്തിട്ടില്ല. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും ഇത് സംബന്ധിച്ച് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. ഒരു മെഷീൻ നിൽക്കാനൊക്കാത്ത അവസ്ഥയാണ്, അവിടെ ഇരിക്കാനൊക്കാത്ത അവസ്ഥയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനോടും പരാതിപ്പെട്ടിട്ടുണ്ട്. പൊടിശല്യം രൂക്ഷമായതോടെ ദേശീയപാത ഉപരോധിക്കുമെന്ന് കച്ചവടക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മലവെള്ളപ്പാച്ചിലിന്റെ ഉറുകുന്ന് ജംഗ്ഷനാണ് സർവ്വ വെള്ളം വന്ന് ഉറുകുന്നിലേക്ക് ഒഴുകിയെത്തുന്നത്. പക്ഷേ അത് വാഹനങ്ങൾ പോകുമ്പം യാത്രക്കാർക്കും കടക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കടക്കാർക്കും നാട്ടുകാർക്കും വാഹനങ്ങൾക്കെല്ലാം ചീറിപ്പാഞ്ഞ് വെള്ളം പാഞ്ഞടിക്കുന്നുണ്ട്. പക്ഷേ ഇത് നിരന്തരം ഇതിങ്ങനെ എക്കലും ചെടി അടിച്ച് പിന്നെ അത് മഴ കഴിയുമ്പോൾ പൊടിശല്യങ്ങളാണ്. പക്ഷേ ഇത് ഹൈവേക്കാർ ഓടെ എടുത്ത് വിട്ടില്ലെങ്കിൽ ഞങ്ങൾ റോഡ് ഉപരോധിക്കാനും ഉള്ള സംവിധാനം ഞങ്ങൾ 3-4 പേരെങ്കിലും ചെയ്യണമെങ്കിൽ റോഡ് ഉപരോധിക്കാനുള്ള സംവിധാനം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. മേളിൽ തന്നെ റോഡ് പിന്നെ ഒരു ഓട പോലും ഇല്ല. ആ ഉള്ള ഓട മൊത്തം കയ്യേറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി വന്നാൽ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ വേറെ വണ്ടിക്ക് സൈഡ് കൊടുക്കാനുള്ള സൗകര്യം മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് ജനങ്ങളായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ഓട്ടോക്കാർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. ദേശീയപാതയിൽ മണ്ണായതിനാൽ ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും സ്ഥിരം കാഴ്ചയാണ്. ഇത്രയും വെള്ളം വന്ന് ഇത്രയും നാശനഷ്ടം ഉറുകുന്ന് ജംഗ്ഷനിലും പരിസര പ്രദേശത്തുമുള്ള വീടുകളിലും സംഭവിക്കാനുള്ള കടകളിലും സംഭവിക്കാനുള്ള കാരണം മുൻകാലങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് അശാസ്ത്രീയമായിട്ടുള്ള ഓടിയെടുപ്പാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. 20 വർഷമായിട്ട് ഞാൻ താമസിക്കുന്ന വീട്ടിൽ വെള്ളം കയറി ആ വീടിനും മറ്റുള്ള ഒരുപാട് നാശനഷ്ടം സംഭവിച്ചപ്പോൾ അതൊന്ന് പരിഹരിക്കാനോ ഒന്നും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോ ആരും തയ്യാറല്ല. അപ്പോൾ എനിക്ക് സംഭവിച്ച ഞാൻ തന്നെ സഹിക്കുന്നു. പക്ഷേ മേലിൽ ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള മാർഗങ്ങൾ അതിന് ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണം. ന്യൂസ് ബ്യൂറോ, തെന്മല. മതിൽക്കെട്ട് ചാടിക്കടന്ന് കത്തിടേണ്ട അവസ്ഥയിലാണ് അഞ്ചൽ നിവാസികൾ. അഞ്ചൽ പോസ്റ്റ് ഓഫീസിലെ തപാൽപ്പെട്ടിയാണ് മതിൽക്കെട്ടിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അവധി ദിവസം ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടുകയും ചെയ്യും. കത്തു നിക്ഷേപിക്കാൻ എത്തുന്നവർ പോസ്റ്റ് ഓഫീസിനുള്ളിൽ കയറാനാകാതെ മടങ്ങിപ്പോകുന്നത് അവധി ദിവസങ്ങളിലെ സ്ഥിരം കാഴ്ചയാണ്. ചെറുപ്പക്കാരിൽ ചിലർ കത്ത് നിക്ഷേപിക്കാനായി മതിൽ ചാടി കടക്കുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്കും പ്രായമായവർക്കും ഇത് ഏറെ ബുദ്ധിമുട്ടാണ്. ഈ വിഷയം തപാൽ ജീവനക്കാരെ അറിയിച്ചിട്ട് മാസങ്ങളായെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല. ദിവസവും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യത്തിനും അനാവശ്യത്തിനും സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്താറുണ്ടെങ്കിലും ജനോപകാരപ്രദമായ ഈ ആവശ്യത്തിനായി യാതൊരു സാമൂഹിക സംഘടനകളും മുന്നോട്ട് വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ചിതറ ഗ്രാമപഞ്ചായത്ത് സൈക്കിളുകളും മേശയും കസേരയും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഒരു ഗ്രാമപഞ്ചായത്തിന്റെ സങ്കല്പങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം.
ഒരു ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് രാജ് സംവിധാനം നിലനിൽക്കുന്നത് എന്നതിനു വേണ്ടിയാണ് എന്ന് നാട്ടിലെ ജനങ്ങൾക്കറിയാം. നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവായ മഹാത്മാഗാന്ധിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളതും ഗ്രാമീണ മേഖല അഭിവൃദ്ധി പ്രാപിക്കുക, സ്വയം പര്യാപ്തത നേടുക എന്നതാണ് അതിന് ലക്ഷ്യം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 100 കുട്ടികൾക്ക് അവർക്ക് സൗകര്യപ്രദമായി സ്കൂളിൽ വരുന്നതിന് 5000 രൂപ വിലയുള്ള സൈക്കിളും, 8, 9 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കുവാൻ 4000 രൂപ വിലയുള്ള ഒരു മേശയും കസേരയും വിതരണം ചെയ്യുന്ന 175 കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പരിപാടി. ജനകീയാസൂത്രണ പദ്ധതിയിലെ പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ചാണ് കുട്ടികൾക്ക് കസേരയും മേശയും സൈക്കിളുകളും വിതരണം ചെയ്തത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 100 ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സൈക്കിളുകളും 8, 9 ക്ലാസ്സുകളിൽ പഠിക്കുന്ന 175 കുട്ടികൾക്ക് മേശയും കസേരയുമാണ് വിതരണം ചെയ്തത്. ചിതറ, മടത്തറ, കുമ്മിൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത കുട്ടികൾക്കാണ് പഠനോപകരണങ്ങളും സൈക്കിളും വിതരണം ചെയ്തത്. ചിതറ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് സിനി അധ്യക്ഷത വഹിച്ചു. കൊല്ലായിൽ സുരേഷ് സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഷൈല ബീബി, ശ്രീജ ബിജു, അൻസർ തലവരമ്പ്, മുല്ലശ്ശേരി നജീം, മാറ്റാപ്പള്ളി മുഹമ്മദ് റാഫി, പേഴുമൂട് സണ്ണി, NS ഷീന, സലീന, ലീന, ഓമനാദേവൻ, മുഹമ്മദ് ഹസൻ, അഭിലാഷ് ചിതറ, PL ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കേരളത്തിൽ എന്ന പോലെ തമിഴ്നാട്ടിലും മാമ്പഴക്കാലമെത്തി. വിളവെടുപ്പിന്റെ ആവേശത്തിലാണ് അതിർത്തി ഗ്രാമങ്ങൾ. അതിർത്തി ഗ്രാമങ്ങളായ ചെങ്കോട്ട, പുളിയറ, പമ്പിളി, തെങ്കാശി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വിളവെടുപ്പ് തകൃതിയായി നടക്കുന്നത്. ശെന്തൂർ ഇനത്തിൽപ്പെട്ട മാമ്പഴമാണ് വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്നത്. അച്ചാറുണ്ടാക്കാനും പഴുപ്പിക്കാനും ഏറെ നല്ലതാണ് ശെന്തൂർ മാങ്ങയെന്ന് കർഷകർ പറയുന്നു. ഈ പഴമൊക്കെ നമ്മൾ വക്കീൽ പോട്ട് പഴാക്കണം, പേപ്പർ വെച്ചും പഴമാക്കണം. ഇല്ല കാർബൺ യൂസ് பண்ணணும். இது நல்ல விளைஞ்ச மாங்க, நல்ல விளைஞ்ச. இப்போ எங்ககிட்ட இருந்து 20 25 வரைக்கும் எடுப்பாங்க. அவங்க கொடுப்பாங்க. மார்க்கெட்டில் எவ்வளோன்னு தெரியலண்ணா. നമുക്ക് വേണ്ടി വ്യാപാരി വരുവാங்க, വ്യാപാരി കൊടുത്തു. കേരളത്തിലേക്കാണ് മാമ്പഴം കൂടുതലും കയറ്റി അയക്കുന്നത്. വിളവെടുത്ത മാങ്ങകൾ ചെങ്കോട്ടയിലെ മൊത്ത വ്യാപാര കേന്ദ്രങ്ങളിൽ എത്തിക്കുകയും അവിടുന്ന് കേരളത്തിലേക്ക് കയറ്റി അയക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ വിളഞ്ഞ മാങ്ങകൾക്കൊപ്പം വിളയാത്ത മാങ്ങകൾ കാർവേഡ് ഉപയോഗിച്ച് പഴുപ്പിക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. അതുകൊണ്ട് തന്നെ പഴവർഗ്ഗങ്ങൾക്ക് ഇപ്പോൾ ഡിമാൻഡ് കുറവുമാണ്. എന്നാൽ അതിർത്തിയിൽ പഴവർഗ്ഗങ്ങൾ പരിശോധിക്കാൻ സർക്കാരിന് യാതൊരു സംവിധാനവുമില്ലാത്തത് പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. കൂടാതെ വിളവെടുക്കുന്നിടത്ത് 20 രൂപ കിലോയ്ക്ക് നൽകിയാൽ മതിയെങ്കിൽ മാർക്കറ്റിൽ എത്തുമ്പോൾ 60 മുതൽ 80 രൂപ വരെ നൽകേണ്ടിയും വരുന്നു. ഏജന്റുമാർ ലാഭം കൂടുതൽ എടുക്കുന്നതിനോടൊപ്പം വിഷാംശമുള്ള മാമ്പഴം എത്തിക്കുന്നത് തടയാൻ സംവിധാനങ്ങളുമില്ല എന്നതാണ് വസ്തുത. ന്യൂസ് ബ്യൂറോ, തെന്മല. ഗൃഹനാഥൻ രോഗക്കിടക്കയിൽ, വീട് ജപ്തി ഭീഷണിയിൽ. സുമനസുകളുടെ സഹായം തേടുകയാണ് അഞ്ചൽ ഒഴുകുപാറയ്ക്കൽ സ്വദേശി മോഹനൻ. ജോലി ചെയ്യുന്നതിനിടയിൽ വീടിന് മുകളിൽ നിന്ന് വീണ് നട്ടിലിന് ക്ഷതമേറ്റ ഒഴുകുപാറയ്ക്കൽ വടക്കേക്കര പുത്തൻ വീട്ടിൽ മോഹനൻ സുമനസുകളുടെ സഹായം തേടുകയാണ്. കൽപ്പണിക്കാരനായ മോഹനൻ 2 വർഷം മുമ്പ് ജോലി ചെയ്യുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് നട്ടിലിന് ക്ഷതവും ഇടതുകാലിന് ഒടിവും സംഭവിച്ചു. പ്രമേഹ രോഗിയായതിനാൽ കാൽ പഴുത്തു. 6 മാസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കാൽ മുറിച്ചു മാറ്റണമെന്ന ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് വെഞ്ഞാറമൂട് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. മേശിരിപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം 1.5 വർഷമായി മോഹൻ മേശിരിപ്പണി ചെയ്തുകൊണ്ട് അവിടുന്ന് തട്ടിന്ന് തറന്ന് നടു പിടിച്ച് വീഴുകയും അവന് നടു കംപ്ലൈൻ്റ് ആയി. ഡിസ്ക് കംപ്ലൈൻ്റ് ആയി. അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി. പിന്നെ മെഡിക്കൽ കോളേജ് കൊണ്ട് തന്നെ കൊണ്ടുപോയി അവിടെ ഓപ്പറേഷൻ ചെയ്തെങ്കിലും പിന്നെ അത് കാലം മുറിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് പിന്നെ ഗോകുലത്തിൽ കൊണ്ടുവന്നു. ഗോകുലത്തിൽ കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് പിന്നെ ഒരു വിധം തൊലിയൊക്കെ ഇവിടുന്നൊക്കെ വന്ന് വെട്ടി വെച്ച് ഇപ്പോഴും പിന്നെ അവിടുത്തെ ചികിത്സയിലാണ്. മുറിക്കാതെ നല്ല മുറിവ് ഇപ്പോഴും ഉണ്ട്. 2 സൈഡ് നല്ല മുറിവ് പച്ചക്കറിക്കാണ്. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കാരുണ്യത്തിലാണ് മോഹനന്റെ ചികിത്സാ ചെലവുകൾ നടക്കുന്നത്. അപ്പോൾ ഇതുവരെ നാട്ടുകാരെയും ഞാൻ നല്ലവരായ എല്ലാവരുടെയും സഹായത്താലാണ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി തുടർന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ നല്ലവരായ നാട്ടുകാരുടെ സഹായം ഉണ്ടെങ്കിൽ തന്നെയും മോഹനെ ആസ്പത്രി കൊണ്ട് ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. കാരണം ഒരു ഓപ്പറേഷൻ വരെ വേണമെന്നും ഡോക്ടർ പറഞ്ഞു. അതിനൊന്നും ഒരു നിവൃത്തിയില്ലാതിരിക്കുകയാണ്. അതിനെന്തെങ്കിലും സഹായം നല്ലവരായ മനസ്സ് തോന്നി
സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മോഹനന്റെ ഭാര്യ തൊഴിലുറപ്പിന് പോയി ലഭിക്കുന്ന തുച്ഛമായ വരുമാനം ആഹാരത്തിന് പോലും തികയുന്നില്ല. വീട് വയ്ക്കാനായി 2 വർഷം മുമ്പ് ബാങ്കിൽ നിന്നെടുത്ത 2 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനാകാതെ ഈ കുടുംബം ജപ്തി ഭീഷണി നേരിടുകയാണ്. പൂർണ്ണമായും തകർന്നുകിടക്കുന്ന മോഹനെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഭാര്യയും മക്കളും വൃദ്ധമാതാവും. മോഹനന് സുമനസ്സുകളുടെ സഹായഹസ്തം എത്തിക്കുന്നതിനായി ഫെഡറൽ ബാങ്ക് ആയൂർ ശാഖയിൽ അക്കൗണ്ട് നമ്പർ ആരംഭിച്ചിട്ടുണ്ട്. 1730004045 IFS കോഡ് FDRL 00011731. ഫോൺ നമ്പർ 8606701851 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുകയും മുകളിൽ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പറിൽ പണം നിക്ഷേപിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇടമൺ ദ്വാരക പുരുഷ സ്വയം സഹായ സംഘത്തിലെ 3ാമത് വാർഷികം ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ വാർഷികം ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് എ ജമാൽ പതാക ഉയർത്തി. സംഘം സെക്രട്ടറി TC ചന്ദ്രബാബു റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ വാർഷികം ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തനങ്ങൾ പലപ്പോഴും പലർക്കും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ക്ലബ്ബുകൾക്കും സാംസ്കാരിക സംഘടനകൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും രാഷ്ട്രീയ സംഘടനകൾക്കും ഒക്കെ ഏറ്റെടുക്കാൻ കഴിയുന്നതിനുപരിയായി നിങ്ങൾ മികച്ച മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നു. അതിന് ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഈ പ്രദേശത്തെ ഒരു വ്യക്തി എന്ന നിലയിലുമുള്ള ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ ഈ സംഘങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വനാഥൻ നായർ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ റെനി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം L ഗോപിനാഥൻ പിള്ള, വാർഡ് മെമ്പർ ഓമന രമേശൻ, തുളസീധരൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾസുക്. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുരുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ. മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി AICT അപ്രൂവൽ. ഞങ്ങളുടെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UG കോഴ്സുകൾ BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്, BE കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, BTech ഇൻഫർമേഷൻ ടെക്നോളജി. PG കോഴ്സുകൾ ME കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ME പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് ആൻഡ് ME VLSI ഡിസൈൻ. കമ്പ്യൂട്ടറൈസ്ഡ് ഡിജിറ്റൽ ലൈബ്രറി, ലബോറട്ടറികളും വർക്ക്ഷോപ്പും. കേരള ഫുഡ്. യാത്രാ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റലുകൾ. ഫോർ അഡ്മിഷൻ കോൺടാക്ട് മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കുട്ടക്കുഴി, നിയർ മാർത്താണ്ഡം, കന്യാകുമാരി ഡിസ്ട്രിക്ട്, തമിഴ്നാട്. ഫോൺ 04651276611. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. മാനേജ്ഡ് ബൈ പത്തനാപുരം താലൂക്ക് സമാജം. LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകൾ. തികഞ്ഞ അച്ചട പരിചയ സമ്പന്നരായ അധ്യാപകർ. 100% സുരക്ഷിതത്വം. സമീപ പ്രദേശങ്ങളിലേക്ക് സ്കൂൾ ബസ് സൗകര്യം. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുൻഗണന. മികച്ച നേതൃപാഠവും. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. ഫോൺ 0475
92227100. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475 2226 636. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, റെഡ് ക്രോസ്, ഡാൻസ്, കരാട്ടെ, കൌൺസിലിംഗ് ക്ലാസ്, നേതൃപരിശീലന ക്യാമ്പുകൾ, മുതിർന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതൃസമിതി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി റെമഡിയൽ ക്ലാസ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകളാകുന്നു. കൃഷി വികസന പദ്ധതികൾ, ചെസ്, ക്യാരംസ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം ഫെസിലിറ്റീസ്, ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റീസ് എന്നിവ ലഭ്യമാണ്. അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. ഫാത്തിമ പബ്ലിക് സ്കൂൾ, പുനലൂർ. അല്ല, പെണ്ണെവിടുന്നാ? ഗുജറാത്ത് ആണെന്ന് തോന്നുന്നു. പെണ്ണെവിടുന്നാ? മഹാരാജ. എല്ലാവരും ചോദിക്കുന്നു പെണ്ണെവിടുന്നാന്ന്. എവിടെന്നാന്ന് നീ പറ. ഗുജറാത്ത് ബന്ദേജ് മുതൽ കാഞ്ചീപുരം പട്ട് വരെ ഇന്ത്യയിലെ വെവ്വേറെ സ്ഥലങ്ങളിലെ ബ്യൂട്ടിഫുൾ സിൽക്സ്. നിങ്ങളുടെ കല്യാണത്തിലെ ഓരോ വിശേഷത്തിനും. പെണ്ണെവിടുന്നാ? പെണ്ണ് എവിടുന്നാ? പെണ്ണെവിടുന്നാന്ന്? ലക്നോ സിൽക്സ് ഓഫ് ഇന്ത്യ ബ്രൈഡൽ 7 എല്ലാ സ്ഥലങ്ങളിലെയും പട്ട് RMKVയിൽ മാത്രം. ഇനി ഉത്സവ കാഴ്ച. നാടിന് ആവേശമായി പുന്നല ശ്രീനീലകണ്ഠപുരം ശിവക്ഷേത്രത്തിലെ ആറാട്ട് ഘോഷയാത്ര. ശ്രീനീലകണ്ഠപുരം ശിവക്ഷേത്രത്തിൽ നടന്ന ആറാട്ട് ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് അണിനിരന്നത്. വർണ്ണാഭമായ കെട്ടുകാഴ്ചയ്ക്ക് ശേഷം പ്രത്യേക ചടങ്ങുകളോടെയാണ് ആറാട്ട് ഘോഷയാത്ര സമാപിച്ചത്. ഭക്തിനിർഭരവും വർണ്ണാഭവുമായ ആറാട്ട് ഘോഷയാത്ര കാണികൾക്കും കാഴ്ചയുടെ വിരുന്നു പകർന്നു. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ, താലപ്പൊലി, വാദ്യമേളം, മുത്തുകുടകൾ, നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങിയവ കെട്ടുകാഴ്ചയ്ക്ക് മിഴിവേകി. ലൈവ് വാർത്ത, പത്തനാപുരം. ഇനി ബിസിനസ് വാർത്തകൾ. സുഗുണ ഡെയിലി ഫ്രഷിന്റെ 125 തരം ചിക്കൻ ഉൽപ്പന്നങ്ങളുമായി പുനലൂരിൽ പ്രവർത്തനം ആരംഭിച്ച ഔട്ട്ലെറ്റ് ശ്രദ്ധേയമാകുന്നു. ഗൾഫ് നാടുകളിൽ ഉപയോഗിച്ചു വന്നിരുന്ന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങാം എന്നതാണ് പ്രത്യേകത. ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സുഗണ്ണ ഡെയിലി ഫ്രഷിന്റെ ഔട്ട്ലെറ്റാണ് പുനലൂർ തുടക്കം കുറിച്ചത്. TB ജംഗ്ഷനിൽ യൂണിയൻ ബാങ്കിന് എതിർവശത്തായാണ് സ്ഥാപനം. 125 തരം ചിക്കൻ ഉൽപ്പന്നങ്ങൾ, മത്സ്യം, മുട്ട എന്നിവയും ഇവിടെ നിന്ന് ലഭിക്കും. ബയോസെക്യൂർഡ് പരിസ്ഥിതിയിൽ വളർത്തിയ കോഴികൾ, മുട്ട വിരിഞ്ഞ ദിവസം മുതൽ വെറ്ററിനറി സുരക്ഷ, HACCP സർട്ടിഫൈഡ് പ്ലാന്റിൽ ഉൽപ്പാദിപ്പിച്ചത് തുടങ്ങിയ പ്രത്യേകതകളാണ് ഇതിനുള്ളതെന്ന് മാനേജർ R. രാജശേഖരൻ പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലും കേരളത്തിലെ സിറ്റികൾ, ട്രിവാൻഡ്രം, എറണാകുളം, ഇങ്ങനെ പല കൊല്ലത്തെ സിറ്റികളിൽ മാത്രം ഉണ്ടായ സംരംഭമാണ്. നമ്മുടെ കസ്റ്റമേഴ്സിന് ഏത് സൈസിൽ വേണം, അതായത് ഡ്രം സ്റ്റിക്ക് ആണെങ്കിൽ ഡ്രം സ്റ്റിക്ക് മാത്രം എടുക്കാം. അത് വീട്ടിലും ചിലപ്പം ഒരുപാട് കിടന്ന് ബുദ്ധിമുട്ടാൻ വയ്യാതെ അവർക്ക് മസാല ചേർത്തുണ്ട്. ബോണസ് ആണ്, ബോണസ് മാത്രം ഇഷ്ടമുണ്ട്. അങ്ങനെ സൂല ഫുഡ്സ് കമ്പനി വന്നു കഴിഞ്ഞാൽ ലോകാന്തര കമ്പനിയാണ്. ലോകത്തിൽ 4ാം സ്ഥാനവും ഏഷ്യൻ നമ്പർ 1 സ്ഥാനമാണ്. IS മാർക്കും മറ്റുള്ള എല്ലാം ഉണ്ട്. പിന്നെ ആന്റിബയോട്ടിക്കോ മറ്റുള്ള ഹോർമോൺസ് കുത്തിവയ്ക്കലാണ് ഒരു പ്രത്യേക ഫാമിലി ഡോക്ടേഴ്സിന്റെ മേൽനോട്ടത്തിലാണ് ചെയ്യുന്നത്. അതുപോലെ സാധാ ചിക്കൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ എത്ര കോഴിയാണെങ്കിലും ഒരു സെൻട്രൽ പീസൊക്കെ ആകുമ്പോൾ നമുക്ക് ചവർ പോലെയൊക്കെ ഇരിക്കും. ഇതങ്ങനെ ഒരിക്കലും ഇരിക്കത്തില്ല, സോഫ്റ്റാണ്.
ട്രീറ്റ് ചെയ്യുന്ന വളർത്തുന്ന രീതി ആ രീതിക്കായതുകൊണ്ട് ആ രീതിയിൽ പ്രൊഡക്റ്റാണ്. കൂടാതെ KFC ചിക്കൻ റെസ്റ്റോറന്റുകളിൽ ലഭിച്ചിരുന്ന നിഗിൾസ്, പോപ്കോൺ, ഫ്രൈഡ് ചിക്കൻ മുതലായവയും ഇവിടെ ലഭിക്കും. വെജിറ്റബിൾ പ്രോഡക്റ്റായ വെജിറ്റബിൾ ഫിംഗർ, വെജിറ്റബിൾ കബാബ്, ഫ്രഞ്ച് ഫിംഗർ എന്നിവയും ഫിഷ് ഉൽപ്പന്നങ്ങളായ ഇമ്പോർട്ടഡ് ബാസ ഫിഷ്, മാലി ഫിഷ്, നിഗിൾസ് ഫിഷ് ഫിംഗർ എന്നിവയും ഹൃദയ ധമനികൾക്ക് ഉറപ്പ് നൽകുന്ന ഹാർട്ട് എഗ്, പ്രോട്ടീൻ എഗ് മുതലായവയും ഇവിടെ നിന്ന് ലഭിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലിയക്കര ഭൂസമരം ശക്തമാകുന്നു. നൂറുകണക്കിന് ഭൂരഹിതർ ചാലിയക്കരയിൽ തടിച്ചുകൂടി. മെയ് 10 ശേഷം സമരം ശക്തമാക്കാൻ സമരസമിതി തീരുമാനം. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തെന്മലയിലെത്തി. നിശ്ചിത സമയത്ത് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് റെയിൽവേ അധികൃതർ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ, പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരതായി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്തറ ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിക്കോട് പുനലൂർ.